ഗൈസ്, ഞങ്ങൾ നാട്ടിൽ വന്നു, വീണ്ടും നാട്ടിലെത്തിയിരിക്കുന്നു. നാട്ടിൽ വന്നാൽ പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾ ഫാമിലി ആയി എല്ലാവരും കൂടിയിട്ട് കാടാമ്പുഴ ടെമ്പിൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. ഒരു ഓൾമോസ്റ്റ് 1 hour ട്രാവലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അമ്മ എന്തോ ആലോചിച്ചിരിക്കുന്നു. 3:30. ഞാൻ അറിയുന്നു. എല്ലാവരും ഹായ്, വ്ലോഗിൽ ഹായ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ പോണ വഴിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ ടയറൊന്ന് പഞ്ചറായി. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി പഞ്ചറൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് പോയത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കവിടെ ടൈം, അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. പക്ഷെ എന്നാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചത് ദയവായിട്ട് ഭയങ്കര ടെൻഷനാണ്. വേറെ ആർക്ക് സംഭവിച്ചാലും ഇത്ര ടെൻഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര ആരംഭിച്ചു. ഇവിടെ നല്ല ഫുഡ് കിട്ടും. പ്രാണ റെസ്റ്റോറന്റ്. ശബരിമല തിരക്കുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ടെമ്പിളിലെത്തി. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ അറിയാം. 7ാം മാസം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എട്ടിറക്കൽ എന്ന് പറഞ്ഞൊരു എല്ലാ അമ്പലങ്ങളിലും പോയി എട്ടിറക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 7ാം മാസത്തിൽ നാട്ടിലുണ്ടാവില്ല. ഇവിടെ ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വന്ന സമയത്ത് എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ച് വരാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കാടാമ്പുഴയിലേക്കാണ് ആദ്യം പോയത്. തിരക്കുണ്ടായിരുന്നു എങ്കിലും നമുക്ക് തൊഴാൻ ദർശനമൊക്കെ നന്നായി കിട്ടി. നന്നായി തൊഴുതിറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി, പ്രാണ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അമ്പലത്തിൽ അതേ തിരക്ക് അവിടെ റെസ്റ്റോറൻറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം എന്താ ഉണ്ട്? ഹിമാലയ പർവ്വതം പോലെ നെയ് റോസ്റ്റ് വന്നിരിക്കുന്നു. ഏതോ ഒരു വൃത്തികെട്ട കൈകൾ വന്നിട്ട് ആ നെയ് റോസ്റ്റ് പൊക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മാത്രം കൈയിട്ടാ മതി. ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ് ഗൈസ്. അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. നല്ല ഇതാണ് നമ്മുടെ പുതിയ NH പണി കഴിഞ്ഞ NH. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഞങ്ങളിവിടെ എത്തി രാവിലെ. അങ്ങനല്ല, റോഡ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി. സാധാരണ നമ്മളിവിടേക്ക് പോരുമ്പോൾ ഒരു 1 hour ഒക്കെ ട്രാവൽ എടുക്കുന്നത്. കണ്ടോ ഹൈവേ ഞങ്ങളുടെ തിരുവനന്തപുരം വരെ കിട്ടിയ തിരുവനന്തപുരം വരെ ഇങ്ങനെ കിട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതെ, ഞങ്ങൾ ചെറിയ ചെമ്പിന്റെ 2 മോതിരം മേടിച്ചു. ആദ്യകുട്ടിക്ക് ഒരു സ്പിന്നർ വാങ്ങിച്ചു. എവിടെ സ്പിന്നർ? ചേച്ചിയുടെ കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. അതിന്റെ കൂടെ ആളെ കൊന്നു. അതെ, ആളെ ചാടി. എന്താ അറിയോ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കടപ്പെട്ട എന്തോ എന്റെ മേലെ കൂടെ കേറി ഇറങ്ങിയ പോലെ ഉണ്ടായി. എന്നാ അവിടെ ഗട്ടറൊന്നുമില്ല.
എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇട്ടതാ. ഗൈസ്, ഡിസംബർ മാസത്തിലെ സമയം 10:30 ആയി. പക്ഷെ നോക്കി നല്ല മഞ്ഞ്, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് ആക്ച്വലി. വേണ്ടോ ഇത് നിങ്ങക്ക് സംഭവിക്കണ്ടോ? നിങ്ങൾക്കൊക്കെ ചെവി ഇതാവുണ്ടോ? ഇല്ല, എവിടെ എയർ കുറഞ്ഞു. എനിക്ക് മറ്റേ സാധനമായി ചെവി മറ്റേ എനിക്ക് ഫ്ലൈറ്റ് കയറിയിലൊക്കെ ഉണ്ടാവും. എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് കയറുമ്പോഴൊക്കെ അടയുപോയി. അതെനിക്ക് അറിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് പറമ്പത്തുകാവ് ദേവീക്ഷേത്രത്തിലും നമ്മൾ തൊഴാൻ വേണ്ടി കയറി. വളാഞ്ചേരിയാണ് ഈ അമ്പലം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പ്ലാവ് എന്ന് പറയുന്നൊരു വഴിപാടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ആദ്യം അവിടെ വഴിപാട് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തായതുകൊണ്ട് പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളവിടെ പോയി വഴിപാട് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പച്ച. മുറിയൊക്കെ വരുമ്പോൾ നമ്മൾ വെക്കുന്ന കേട്ടോ. ഞങ്ങൾ പണ്ട് ഈ പൂവ് എടുത്തിട്ട് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഈ പൂവ് എടുക്കും. എന്നിട്ട് ഇതിങ്ങനെ പൊളിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറുത്ത കളറാണെന്ന് വെച്ചാൽ നമുക്ക് കറുത്ത കുട്ടിയാക്കും, വെളുത്ത കളറാണെന്ന് വെച്ചാൽ വെളുത്ത കുട്ടിയാക്കും. അങ്ങനെ കളിക്കും. എന്നെ എടുത്തപ്പോൾ ഏത് കളറായിരുന്നു? എൻ്റെ ഇതിൽ വെളുത്ത കളറാണ് കാണുന്നത്. അപ്പം എനിക്ക് വെളുത്ത കുട്ടിയാവുന്നാണ് പറയണത്. നോക്കാം. ഫസ്റ്റ് എന്നെ എടുത്തപ്പോൾ ഏത് കളറായിരുന്നു? നിന്നെ എടുത്തപ്പോൾ വെളുത്ത കുട്ടിയാണ് ഗൈസ്. 3 കുട്ടി വരുമോ? അതൊന്ന് നീയടാ. ആദ്യം കാണിച്ചതിൽ കുറച്ച് കറുത്ത കളറുണ്ടായിരുന്നു, അതാണ് നീ. ഓക്കെ, അങ്ങനെ പണ്ടത്തെ നമ്മുടെ കുറേ ഓർമ്മകൾ. തേങ്ങല്ലിക്കോ? ചിക്കൻകാരോ? നാട്ടിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ റോഡ് സൈഡിലൊക്കെ സ്ഥിരമായി കിട്ടുന്ന കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എപ്പോൾ പോയാലും ഞങ്ങളത് മിസ് ചെയ്യാറില്ല. കരിമ്പിൻ ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മയാണ് ആക്ച്വലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അന്നും കരിമ്പിൻ ജ്യൂസ് മിസ്സാക്കിയില്ല. കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. എല്ലാവർക്കും ജ്യൂസ് മേടിച്ച് കുടിച്ചു. ആദ്യം മാത്രം ജ്യൂസ് വേണ്ട പറഞ്ഞിട്ട് അവൻ മാങ്ങയും പൈനാപ്പിളൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ തിരിച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.